എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു മൈക്രോ ഗ്രീൻസിന്റെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ വീടുകളിൽ അടുക്കളയിലും അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു തരം കൃഷി പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, മൈക്രോ ഗ്രീൻസ് പറഞ്ഞാൽ നമ്മൾ ചെറുപയർ മുളപ്പിച്ചിട്ടുള്ളതാണ്. ഈ സാധനം കണ്ട നമ്മുടെ വീടുകളിലെ അടുക്കളയിൽ പാതിമ്പുറത്തോ അല്ലെങ്കിൽ വീടിന്റെ പിന്നാമ്പുറത്തോ മേശകളിലോ വീടിന്റെ അകത്ത് വെച്ചാൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണത്. ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റുകളിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ മണ്ണും ചകിരിച്ചോറ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും മലക്കറികൾ കഴിക്കാം. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് സിസ്റ്റം ഉണ്ടാക്കി വെച്ചു. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. കണ്ട ഏത് പാത്രത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. മെയിനായിട്ട് നമുക്ക് എല്ലാ ദിവസവും പച്ചക്കറികൾ അല്ലെങ്കിൽ ഇലക്കറികൾ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. അപ്പൊ അതിനകത്ത് ഇത് നമ്മൾ മുളപ്പിച്ചിരിക്കുന്നത് ചെറുപയറാണ്. എല്ലാതരം പയറുകളും മുളപ്പിക്കാം. അതില് എന്നോട് പറഞ്ഞ ആള് പറഞ്ഞത് ചെറുപയർ മുളപ്പിക്കുന്ന നല്ല ടേസ്റ്റ്. നമ്മളിതിന്റെ തണ്ടിന്റെയും ഇത് 5 ദിവസം പ്രായമായിട്ടുള്ള സംഭവമാണ്. ഇതുണ്ട് രണ്ടലയിൽ നിന്ന് വന്നിരിക്കുന്നത് 2 ഇല പ്രായം. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വേര് വരെ കഴിക്കാം. വേര് വരെ 5 ദിവസത്തെ പ്രായമുള്ള ആ സംഭവം വെച്ചാൽ നമുക്ക് ഇതിന്റെ വേര് വരെ നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ ഞാൻ കണ്ട നമ്മളൊരു ട്രയൽ എടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ സാധനം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് ഉണ്ടാകും. ഞങ്ങളൊരു ദിവസം ഉണ്ടാക്കി കഴിച്ചു. അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും വൈകിട്ട് ഉച്ചയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ തോരൻ വെച്ച് കഴിക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. നമ്മള് രാത്രിക്ക് എടുക്കുമ്പോ അത് എന്റെ സിസ്റ്റം പറഞ്ഞ എന്നോട് പറഞ്ഞ ആള് പറഞ്ഞ സിസ്റ്റമാണ് ഞാൻ പറയാൻ കേട്ടോ. കുറെ തരത്തിൽ ഇത് ചെയ്യാം. രാത്രിക്ക് എടുക്കുമ്പോ ഞാൻ ഈ ഗ്ലാസ്സിൽ ഇതേപോലെ പകുതി ചെറുപയർ കൊണ്ടിടും. ഇതണ്ട ചെറുപയർ പകുതി കൊണ്ടിട്ടിട്ട് പകുതി വെള്ളം ഒഴിക്കും. ഇത് നമ്മൾ നാളെ രാവിലെ വെച്ച് തുറന്നു നോക്കുമ്പോൾ ഇതിങ്ങനെ വീർത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു ഗ്ലാസ്സിൽ ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് നമ്മളൊരു ഗ്ലാസ്സിലാക്കി വെക്കുന്നു. സ്വല്പം വെള്ളം പകുതിയോളം വെള്ളം നമ്മൾ കൂടുതൽ ഒഴിക്കുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒരു കോട്ടൺ തുണിലേക്ക് പകർത്തി കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കിട്ടുക. ഇതുണ്ട മുളച്ചത് മുള വന്നുണ്ട ചെറുപയർ മുളച്ചൊരവസ്ഥയിലാണ് കിട്ടുക. എന്നിട്ട് നമ്മൾ ഒരു കിണ്ണെടുക്കണം. ഇതേപോലത്തെ ഒരു കിണ്ണെടുത്തിട്ട് നമ്മളിതിനെ നനച്ചു കൊടുക്കണം. കോട്ടൺ തുണി വെച്ചു ആ കിണ്ണത്തിൻ്റെ മേലെ നമ്മളിങ്ങനെ നനച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ നടുന്നു. വളരെ തിക്കി നടാൻ പാടില്ല. ഞാൻ ആദ്യം നട്ടപ്പോൾ ഞാൻ കുറേ തിക്കി നട്ടു. അത് നമുക്ക് കാര്യമില്ല. ഇതിന് വളരാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ. അപ്പൊ നമ്മളിങ്ങനെ പാവി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട്. അതിന് മേലെ നമ്മൾ പാവി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മേലെ പതുക്കെ നനച്ചു കൊടുക്കണുണ്ട്. നമ്മൾ ഇത് ഇട്ടിട്ട് ഈ വെള്ളം സ്പ്രേ ചെയ്യുന്ന സംഭവമാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് വെള്ളം അതിന് മേലെ നമ്മൾ ഒഴിക്കും. അങ്ങനെ നമ്മൾ 5 ദിവസം കഴിയുമ്പോൾ 5 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 4-5 ദിവസം കഴിയുമ്പോൾ ഈ പാകത്തിലേക്ക് ഈ സാധനം വരും. ഇത് കണ്ട നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. കണ്ട ഇതിങ്ങനെ നമുക്ക് വേര് പോലെ വരുവിടാ. അങ്ങനെ കണ്ട 5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ സംഭവങ്ങൾ. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും വീടുകളിൽ ഇലത്തോരൻ വെക്കാനായിട്ടുള്ള ഒരു ഐഡിയയും കൂടിയാണത്. നമുക്ക് പാതിമ്പുറത്തായാലും എവിടെയായാലും നമുക്കിത് വെക്കാം. ഇതിന് മണ്ണ് വേണ്ട, ചകിരി വേണ്ട, അങ്ങനത്തെ വളങ്ങളോ ഒന്നും വേണ്ട. ജസ്റ്റ് വെള്ളത്തിൽ കോട്ടൺ തുണിയിൽ വെച്ച് കഴിഞ്ഞാൽ മതി. സാധാരണ വെള്ളത്തിൽ മുക്കി വെച്ചാലും ഉണ്ടാവുമെന്ന് പറയണം. ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്തു. ഇതധികം നമ്മൾ കോട്ടൺ തുണി വെച്ചിട്ടില്ല, നമ്മളൊരു ചെറിയൊരു സ്പേസ് വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് നമ്മളുണ്ടായി. അപ്പൊ സാധാരണ വെള്ളത്തിൽ മുക്കി വെച്ചാലും ഈ സംഭവം ഉണ്ടാവും എന്നാണ് പറയണ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വിജയിച്ചു. ചെറുപയർ മുളപ്പിച്ച് അതിന് നമ്മൾ ഇല തോരൻ വെക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇത് ട്രൈ ചെയ്യണം. ഇതൊരു സ്പെഷ്യൽ ഐറ്റാണ്. കുറേ പേർക്ക് അറിയാട്ടോ, അതിനെപ്പറ്റി കുറേ പേർക്ക് അറിയാം. പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ അതിന് അവർക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊരു മേക്കിംഗ് വീഡിയോ ആണ്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റ